ഒരു തിരോധാനം. അത് കൊലപാതകമാണെന്ന മൊഴി കിട്ടിയാൽ പോലീസ് കുറച്ചുകൂടി ജാഗ്രത കാണിക്കും. തെളിവുകൾ ഇഴകീറി പരിശോധിക്കും. ശേഷം കൂടുതൽ തെളിവുകൾ കണ്ടെത്തി പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. പക്ഷേ തിടുക്കവും എടുത്തുചാട്ടവും അബദ്ധത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തേക്കാം. ഇതിന്റെ തെളിവാണ് പത്തനംതിട്ടയിലെ ഒരു കേസ്. പോലീസ് പിടിച്ച പുലിവാലിന്റെ ആ കഥ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് റീഓപ്പൺ. ജൂൺ 26 അന്നൊരു ഉച്ചയോടുകൂടി പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും അടൂർ പറക്കോട്ടുള്ള ഒരു വീട്ടിലെത്തി. പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. ഒരു സ്ത്രീ തട്ടം കൊണ്ട് മുഖം മറച്ച് വനിതാ പോലീസുകാർക്കൊപ്പമുണ്ട്. അവരുടെ പേര് അഫ്സാന. ഭർത്താവ് നൌഷാദിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾക്കായി പരിശോധന നടക്കുകയാണ്. അഫ്സാനയും കൂട്ടുകാരും ചേർന്ന് ഭർത്താവ് നൌഷാദിനെ കൊന്ന് വീടിനുള്ളിൽ കുഴിച്ചിട്ടു. എന്നിട്ട് നൌഷാദ് നാട് വിട്ടുപോയി എന്ന കഥയുണ്ടാക്കി. പോലീസിന് ലഭിച്ച ശക്തമായ മൊഴി ഇതായിരുന്നു. ഒന്നര വർഷം മുൻപാണ് കലഞ്ഞൂർ സ്വദേശി നൌഷാദ് അപ്രത്യക്ഷനാകുന്നത്. ഭാര്യയ്ക്കും 2 മക്കൾക്കുമൊപ്പം പറക്കോട്ട് വാടക വീട്ടിലായിരുന്നു താമസം. കെട്ടിട നിർമ്മാണ ജോലിക്കും മറ്റു കൂലിപ്പണികൾക്കും പോയി ജീവിതം പുലർത്തുകയായിരുന്നു. പക്ഷേ നൌഷാദ് നല്ല മദ്യപാനിയായിരുന്നു. പലപ്പോഴും മദ്യപിച്ച് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുമായിരുന്നു. ഭാര്യയെ കാര്യമായ സംശയവും ആ യുവാവിനുണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയ നൌഷാദിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. നൌഷാദ് വീട്ടിലേക്ക് വരാതായതോടെ ഭാര്യ അഫ്സാന ആലപ്പുഴ ജില്ലയിലുള്ള സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നെ നൌഷാദിനെ അവിടെയെങ്ങും ആരും കണ്ടിട്ടേയില്ല. എന്നാൽ അയാളുടെ മാതാപിതാക്കൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചില സംശയങ്ങൾ പോലീസിനോട് പറയുകയായിരുന്നു. ഇതിനിടയിൽ നൌഷാദിനെ അടൂരിലെ ഒരു ബസ്സിൽ പോകുന്നത് കണ്ടതായി അഫ്സാന ചില ബന്ധുക്കളോട് പറഞ്ഞത് സംശയത്തിന് ബലം കൂട്ടി. ജൂൺ 25 അഫ്സാനയെ പത്തനംതിട്ട കൂടൽ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി. അമ്മയ്ക്കൊപ്പം എത്തിയ അഫ്സാനയെ വനിതാ പോലീസുകാർ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു. സന്ധ്യയോടെ ഒപ്പമെത്തിയ അമ്മയോട് പോകാനും പറഞ്ഞു. ചില സംശയങ്ങൾ കൂടിയുണ്ട്. ചോദിച്ചറിഞ്ഞ ശേഷം അഫ്സാനയെ വീട്ടിലേക്ക് വിട്ടയക്കാമെന്നായിരുന്നു പോലീസുകാർ അവരുടെ അമ്മയോട് പറഞ്ഞത്. അവളെ ഒരു മനോരോഗിയായിട്ട് നമ്മൾ കണ്ടിട്ടുമില്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുമില്ല. പക്ഷേ ഇവളുടെ സ്വഭാവത്തിൽ കുറേ വൈകൃതങ്ങളാണ്. എന്തൊക്കെയാണ് അവൾ ചെയ്തു കൂട്ടുന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. പക്ഷേ ഒരിക്കലും ഇവൾ നൌഷാദിനെ ഒന്നും ചെയ്യത്തില്ല. അതെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കാരണം അത്രയ്ക്ക് സ്നേഹമാണ് അവർ തമ്മിൽ. അഫ്സാന കുറ്റമെല്ലാം സമ്മതിച്ചു. അന്ന് രാത്രിയും നൌഷാദ് മദ്യപിച്ച് ബഹളം വെച്ചിരുന്നു. തർക്കത്തിനൊടുവിൽ പരസ്പരമുള്ള മർദ്ദനമായി. തൻ്റെ അടിയേറ്റ് തലയടിച്ചു വീണ നൌഷാദ് മരിച്ചു. ചില കൂട്ടുകാരുടെ സഹായത്തോടെ കുഴിച്ചിട്ടു. മൊഴി പോലീസിന് വിശ്വാസയോഗ്യമായിരുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുന്ന തിരുവല്ല സോമൻ ആദ്യം വീടിനുള്ളിൽ കുഴിച്ചു. ശേഷം അടുക്കളയോട് ചേർന്ന മുറ്റത്ത്, പിന്നെ തൊട്ടടുത്ത റബ്ബർ എസ്റ്റേറ്റിൽ. അഫ്സാന ചൂണ്ടിക്കാണിച്ചിടത്തെല്ലാം കുഴിച്ചിട്ടും എല്ല് പോയിട്ട് നൌഷാദിൻ്റെ പുല്ല് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ തൊട്ടടുത്ത സെമിത്തേരിയിലേക്ക് അഫ്സാന ചൂണ്ടിയതോടെ പോലീസിന് തെല്ലൊരു സംശയം തോന്നി. അവർ പ്രതിയെയും കൊണ്ട് പ്രദേശത്ത് നിന്ന് പോയി. അടുത്തടി എപ്പോ പിടിച്ച്
ആദ്യം ബോധം പോയി. അപ്പൊ രണ്ടാമത്തെ അടിച്ചോ? ആദ്യത്തെ അടി സൈഡിന്റെ ഇവിടെ ഇങ്ങനെ തട്ടിയ പോയി. രണ്ടാമത്തെ രണ്ടാമത്തെ അടി ബാക്കി നല്ലതായിട്ട് കൊണ്ടുപോയി. അന്ന് തന്നെ അഫ്സാനയെ പോലീസ് മൊഴിയെല്ലാം വെച്ച് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് അയച്ചു. പക്ഷേ പിന്നെയായിരുന്നു സംഭവത്തിൽ ട്വിസ്റ്റ്. നൌഷാദിനെ പോലൊരാൾ കുഴിമറ്റത്തുണ്ടെന്ന് നാട്ടിലെ ചില ആളുകൾ തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴ പോലീസ് റബ്ബർ തോട്ടത്തിന് നടുവിലെ വീട്ടിലേക്ക് എത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടി. ഭാര്യ, അതായത് അഫ്സാന കൊന്നു കുഴിച്ചുമൂടിയെന്ന് പറഞ്ഞ സാക്ഷാൽ നൌഷാദ് ജീവനോടെ മുന്നിൽ നിൽക്കുന്നു. മൊബൈലിന് റേഞ്ച് പോലുമില്ലാത്ത പ്രദേശമായതിനാൽ തന്നെ ചുറ്റിപ്പറ്റി നടന്ന വിവാദങ്ങളൊന്നും അയാൾ അറിഞ്ഞതേയില്ല. ഭാര്യയുമായിട്ടുള്ള ചെറിയൊരു വഴക്ക് കാരണം അവിടെ ആൾക്കാർ വന്ന് മർദ്ദിക്കുകയും അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്തതാണ്. വീട്ടിലെ പ്രശ്നം കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്? അവിടുത്തെ പ്രശ്നമായിട്ട്. എത്ര നാൾ മുമ്പ് ഇങ്ങോട്ട് വന്നു തൊടുപുഴയിൽ എത്തിയത്? ഇപ്പൊ 2 വർഷം ആവുന്നു. 2 വർഷം മുമ്പ് ആ വീട്ടിൽ നിന്ന് പോകുന്നത്? 2 വർഷമായിട്ട് ഇപ്പോൾ ഭാര്യയായിട്ട് കോൺടാക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? ഇല്ല, ആരുമായിട്ടും ഇല്ലായിരുന്നു. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു? ഇല്ല, മൊബൈലില്ല. മൊബൈലില്ല, അതാണ് പറ്റിയത്. കൂടൽ പോലീസിന് ഇതുപോലൊരു അമളി പറ്റാനില്ല. അടുത്ത ദിവസം ജയിലിൽ നിന്നിറങ്ങിയ അഫ്സാന പോലീസിനെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങളാണ്. തന്നെ ക്രൂരമായി മർദ്ദിച്ച് ഇല്ലാത്ത ചെയ്യാത്ത കൊലപാതകം സമ്മതിപ്പിച്ചുവെന്ന് അഫ്സാന പറഞ്ഞു. ഞാൻ മൊഴി കൊടുത്തല്ല, എന്നെ കൊണ്ട് അവർ മൊഴി കൊടുപ്പിച്ചതാ. എന്നെ 2 ദിവസം ശരിക്കും അവർ ഉപദ്രവിച്ചു. വാപ്പായ പ്രതി ചേർക്കും, ഉമ്മായ ഇതാക്കും, കുഞ്ഞുങ്ങളെ കാണിക്കത്തില്ല, അനിയൻ്റെ ഭാവി തൊലയ്ക്കും എന്നെല്ലാം പറഞ്ഞ് ശരിക്കും എന്നെ മാനസികമായി ശാരീരികമായി അവർ പീഡിപ്പിച്ചതിന് ശേഷം എന്നെ കൊണ്ടത് ചെയ്യിച്ചത്. അവർ പറയുന്നിടത്തെല്ലാം ഞാൻ കൈ ചൂണ്ടിക്കാണിച്ചു, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ വഴക്ക് നടന്നതിൻ്റെ പോലീസുകാരാ പറഞ്ഞു. എന്നെ ശരിക്ക് എൻ്റെ വാപ്പ പോലും എന്നെ അങ്ങനെ ചീത്ത വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചീത്ത വിളിച്ച് അവരെന്നെ ഇത് സമ്മതിപ്പിച്ചത്. വാപ്പ അന്ന് കൊണ്ട് തന്ന ഫുഡ് എനിക്ക് തന്നു. പിന്നെ എനിക്ക് വാപ്പ മേടിച്ചിരുന്ന ഫുഡ് തരുന്നില്ല, വെള്ളം തരുന്നില്ല, ഉറങ്ങരുതെന്ന് വരെ പറഞ്ഞു. ഉറക്കിയാൽ അടിച്ചേക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നെ ശരിക്കും അടിച്ച് എൻ്റെ കുഞ്ഞിനെ എടുത്തെറിഞ്ഞ് 2 വയസ്സ് 2.5 അല്ല 1 വയസ്സുള്ള കുഞ്ഞാന്ന് അതിനെ എടുത്തെറിഞ്ഞ് അന്ന് നല്ല ബഹളം ഉണ്ടാക്കിയതിന് ശേഷം പിറ്റേന്ന് അടുത്ത വീട്ടിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. വാവ വരുമ്പോൾ പറയണം ഞാൻ പോയിന്ന്. പക്ഷെ ഇത്രയും ഇതാവുമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോലീസിനും കാര്യങ്ങൾക്ക് വ്യക്തത വന്നു. അന്ന് അഫ്സാനയുടെ അടിയേറ്റ് വീണ നൌഷാദ് കുറച്ചു സമയം ബോധരഹിതനായി കിടക്കുകയായിരുന്നു. ബോധം വന്നപ്പോൾ അഫ്സാന ചില സുഹൃത്തുക്കളെ ഫോണിൽ വിളിക്കുന്നത് കേട്ടു. അടി പേടിച്ച് ഓടിയതാണ്. വീട്ടിൽ നിന്ന് മക്കളെയും കൂട്ടി അയൽ വീട്ടിലേക്ക് പോയ അഫ്സാന പിന്നീട് അവിടെ എത്തിയ കൂട്ടുകാർ പറഞ്ഞത് വിശ്വസിച്ചാണ് നൌഷാദിനെ കൊന്നെന്നും കുഴിച്ചിട്ടെന്നും കുറ്റമേറ്റത്. സംഭവം എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കി. എന്നാൽ കേരള പോലീസിന് ഇതുവരെ ഇങ്ങനെയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടാകില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.